ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിശുദ്ധ ഖുർആനിലെ 72-ാമത്തെ സൂറത്തും 29-ാം ജുസ്ഇലെ 6-ാമത്തെ സൂറത്തുമായ അൽ ജിന്ന് എന്ന സൂറത്താണ് ഇനി നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നാം പഠിച്ച സൂറത്ത് നൂഹ് പോലെ ഈ സൂറത്തും 28 ആയത്തുകളുള്ള മക്കിയ ആയ 2 റുക്കൂകൾ ഉള്ള സൂറത്താണ്. 28 ആയത്തുകളുള്ള 2 സൂറത്തുകളാണ് പരിശുദ്ധ ഖുർആനിലുള്ളത്. സൂറത്ത് നൂഹും സൂറത്ത് അൽ ജിന്നും. സ്ഥിരമായി ക്ലാസ് കേൾക്കുന്ന പഠിതാക്കൾക്ക് ഒരല്പം ആവർത്തനമായി തോന്നുമെങ്കിലും ഒട്ടേറെ പുതിയ പഠിതാക്കൾ ഉള്ളതുകൊണ്ട് മക്കിയ, റുക്ക് എന്നീ കാര്യങ്ങൾ വളരെ ചുരുക്കി ഒന്ന് സൂചിപ്പിക്കുകയാണ്. 40-ാം വയസ്സിൽ പ്രവാചകനായി നിയോഗിതനായ ശേഷം 13 വർഷം മക്കയിലും പിന്നീട് 10 വർഷം മദീനയിലുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചത്. ഇതിൽ മക്ക കാലഘട്ടത്തിൽ അവതരിച്ച സൂറത്തുകളെയാണ് മക്കിയ എന്ന് പറയുന്നത്. അതായത് മദീനയിലേക്ക് പോകുന്നതിന് മുമ്പ് മക്കയിൽ ജീവിച്ച കാലമുണ്ടല്ലോ, ഹിജറ പോകുന്നതിന് മുമ്പ് മക്കയിൽ ജീവിച്ച കാലം, ആ കാലത്ത് അവതരിച്ച സൂറത്തുകളെയാണ് മക്കിയ എന്ന് അറിയപ്പെടുന്നത്. മദീനയിലേക്ക് പോയതിനു ശേഷം അവിടെ വെച്ച് അവതരിച്ച സൂറത്തുകളെയാണ് മദനിയ എന്ന് അറിയപ്പെടുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ സൂറത്ത്, അതായത് സൂറ അൽ ജിന്ന്, മക്കിയ ആണ്. പ്രവാചകൻ ആയ ശേഷം, അതായത് നുബുവത്ത് കിട്ടിയ ശേഷം 10-ാം വർഷമാണ് ഈ സൂറത്തിൻ്റെ അവതരണം. മദീനയിലേക്ക് ഹിജറ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പ്. ഈ സൂറത്തിൽ 2 റുക്കുകളാണ് ഉള്ളത്. റുക്ക് എന്ന് പറഞ്ഞാൽ, മുൻകാല പണ്ഡിതന്മാർ നിസ്കാരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ ഒരു വിഷയം പൂർത്തിയാക്കിയാണ് റുക്കുവിലേക്ക് പോയിരുന്നത്. അങ്ങനെ അവർ പാരായണം നിർത്തി റുക്കുവിലേക്ക് പോയിരുന്ന സ്ഥലങ്ങളെയാണ് റുക്കു അഥവാ ഖണ്ണിക അല്ലെങ്കിൽ വിഭാഗം എന്നൊക്കെ പറയുന്നത്. അറബി അക്ഷരത്തിലെ ഐൻ എന്ന അക്ഷരം കൊണ്ടാണ് മുസ്ഹഫുകളിൽ ഈ സ്ഥലങ്ങൾ അടയാളപ്പെടുത്താറുള്ളത്. 29-ാം ജുസ്ഇലെ എല്ലാ സൂറത്തുകളിലും 2 റുക്കുകൾ വീതമാണുള്ളത്. ഈ സൂറത്തിലെ 1-ാം റുക്ക് 19-ാം ആയത്തിന് ശേഷവും 2-ാം റുക്ക് അവസാനത്തെ ആയത്തായിട്ടുള്ള 28-ാം ആയത്തിന് ശേഷവുമാണ്. സൂറത്തിൻ്റെ പേര് സൂറത്തുൽ ജിന്ന് എന്നാണ്. ആദ്യ ആയത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഖുൽ ഊഹിയ ഇലയ്യ എന്ന പേരും ഈ സൂറത്തിന് ഉണ്ട്. അതായത് സൂറ ഖുൽ ഊഹിയ ഇലയ്യ എന്നും ഈ സൂറത്തിന് പേര് വന്നിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ നമ്മൾ ഓർമ്മിപ്പിക്കാറുള്ള ഒരു കാര്യം ഇവിടെയും ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അതായത് നമ്മുടെ പഠനം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് എല്ലാവരും പരമാവധി ഖുർആൻ മനഃപ്പാഠമാക്കാനും കൂടെ ശ്രമിക്കണം. മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ മറന്നു പോകുന്നു എന്നൊക്കെ ചിലർ സങ്കടം പറയാറുണ്ട്. മനഃപ്പാഠമാക്കിയവ നിസ്കാരത്തിലൊക്കെ ഓതുക, മനഃപ്പാഠമാക്കിയ ശേഷം ഇടയ്ക്കിടെ ഓർമ്മ പുതുക്കുക, അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് ആ പഠിച്ച കാര്യങ്ങൾ, മനഃപ്പാഠമാക്കിയ കാര്യങ്ങൾ അവിടെ മനസ്സിൽ നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ അത് മറന്നു പോകും. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം നമുക്ക് വിശദീകരണം പറയുന്ന സമയത്ത് പറയാം. ഇൻഷാ അല്ലാഹ് ഈ സൂറത്തിൻ്റെ ആദ്യ 2 ആയത്തുകൾ നമുക്ക് ഇന്ന് നോക്കാം. അഊസു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഈ ഒരു 2 ആയത്തുകളിലൂടെ അള്ളാഹു പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. 1-ാമത്തെ ആയത്ത് ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ. ഖുൽ, നബിയെ താങ്കൾ പറയുക. ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു എന്നർത്ഥം. ഖാല, അവൻ പറഞ്ഞു, അദ്ദേഹം പറഞ്ഞു.
അതിൻ്റെ കൽപ്പനക്രിയയാണ് ഖുൽ, നീ പറയ്, നീ പറയണം. ഖാല യഖൂലു ഖുൽ, ഖാല എന്ന് പറഞ്ഞാൽ പറഞ്ഞു, യഖൂലു അതിൻ്റെ മുളാരിയായിട്ടുള്ള പദമാണ്, അതായത് പറയും, പറയുന്നു എന്നൊക്കെ. ഈ മുളാരിയിൽ നിന്നാണ് സാധാരണ അമ്ര അല്ലെങ്കിൽ കൽപ്പനക്രിയ ഉണ്ടാക്കാറുള്ളത്. ഇപ്പോൾ യഖൂലു എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിലുള്ള യാ കളഞ്ഞ് അവസാനത്തെ ലാമിന് സുക്കൂന് കൊടുത്ത് പിന്നീട് അതിൻ്റെ ഇടയ്ക്കുള്ള ദൈർഘ്യവും കളഞ്ഞിട്ടാണ് ഖുൽ എന്നുണ്ടാക്കാറുള്ളത്. അപ്പോൾ ഖുൽ, നീ പറയണം, നീ പറയ്. ഇപ്പോൾ പ്രവാചകനോടായതുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയായതുകൊണ്ട് നമുക്കിങ്ങനെ പറയാം, ഖുൽ, നബിയെ താങ്കൾ പറയുക. എന്താണ് പറയേണ്ടത്? ഊഹിയ ഇലയ്യ. ഊഹിയ എന്ന് പറഞ്ഞാൽ വഹ്യ് നൽകപ്പെട്ടു. ഔഹ എന്ന് പറഞ്ഞാൽ ബോധനം നൽകി, വഹ്യ് നൽകി എന്നൊക്കെയാണ്. സാധാരണ നമ്മൾ രഹസ്യമായി ഒരു കാര്യം അറിയിക്കുന്നതിനെയാണ് ഔഹ എന്ന് പറയാം. രഹസ്യമായി അറിയിച്ചു, ഒരാളോട് ഒറ്റയ്ക്ക് ആരും അറിയാതെ അറിയിച്ചു. നമുക്കിവിടെ ഈ ഒരു പരിശുദ്ധ ഖുർആനിൻ്റെ ഭാഷയിൽ അതിനെ ദിവ്യബോധനം നൽകി അല്ലെങ്കിൽ അള്ളാഹു വഹ്യ് നൽകി, അതാണ് ഔഹ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഔഹ ബോധനം നൽകി, വഹ്യ് നൽകി. വഹ്യ് എന്ന് പറഞ്ഞാൽ ബോധനം. ഊഹിയ എന്നുള്ളത് മജ്ഹൂൽ രൂപമാണ്, ബോധനം നൽകപ്പെട്ടു എന്നാണ് വരിക. അപ്പോൾ പിന്നെ അവിടെ ആരാണത് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഖാലിദ് പാമ്പിനെ കൊന്നു, അവിടെ ആ പ്രവൃത്തി ചെയ്തത് ഖാലിദാണ്. എന്നാൽ ഖാലിദിനെ പറയാതെ ആ സംഗതി ഒന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? പാമ്പ് കൊല്ലപ്പെട്ടു. അപ്പോൾ പിന്നെ ആരാണ് ചെയ്തു എന്ന് പറയണ്ട. ഇതേപോലെ ആരാണ് അത് ചെയ്തത് എന്നുള്ള ആ കർത്താവിനെ പറയാതെ, സബ്ജക്റ്റ് പറയാതെ ഒരു വിഷയം പറയുമ്പോൾ നമ്മൾ മജ്ഹൂൽ രൂപം ഉപയോഗിക്കും. അപ്പോൾ ഇവിടെ ഊഹിയ നൽകപ്പെട്ടു. അപ്പോൾ ആരാണത് കൊടുത്തത് എന്ന് പറഞ്ഞിട്ടില്ല, അള്ളാഹു ആണ് കൊടുത്തത്, എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ അത് പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഊഹിയ നൽകപ്പെട്ടു അല്ലെങ്കിൽ ബോധനം നൽകപ്പെട്ടു, ബോധനം കിട്ടി. ആർക്കാ നൽകപ്പെട്ടത്? ഇലയ്യ എന്നിലേക്ക്. ഇലൈഹി എന്ന് പറഞ്ഞാൽ അവനിലേക്ക്, ഇലൈക്ക നിന്നിലേക്ക്, ഇലൈഹിം അവരിലേക്ക്, ഇലൈക്കും നിങ്ങളിലേക്ക്. ഇവിടെ വന്നത് ഇലയ്യ എന്നിലേക്ക്. ബോധനം നൽകപ്പെട്ടു അല്ലെങ്കിൽ ദിവ്യ സന്ദേശം നൽകപ്പെട്ടു, ദിവ്യബോധനം നൽകപ്പെട്ടു. ഇലയ്യ എന്നിലേക്ക്, എനിക്ക് വഹ്യ് നൽകപ്പെട്ടു എന്നർത്ഥം. എന്താണ് വഹ്യ് നൽകപ്പെട്ടത്? അന്നഹുസ്തമ, അന്നഹു തീർച്ചയായും അത്, തീർച്ചയായും ആ കാര്യം. ഇസ്തമ, ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു. സമിഅ എന്ന് പറഞ്ഞാൽ കേട്ടു എന്നാണ് അർത്ഥം. ഇസ്തമ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ച് കേട്ടു എന്നാണ്. രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചില ആളുകളൊക്കെ ക്ലാസ്സൊക്കെ കേൾക്കുമ്പോൾ മറ്റൊരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നതിൻ്റെ കൂട്ടത്തിലൊക്കെ അങ്ങനെ കേട്ടുപോകും. അതൊരു കേൾക്കലാണ്. എന്നാൽ ശ്രദ്ധിച്ച് കേൾക്കുന്ന ആളുകളുണ്ട്. മറ്റൊന്നിലേക്കും ശ്രദ്ധ പോവാതെ ഇതിലേക്ക് മാത്രമായിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കലും സാധാരണ കേൾക്കലും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇവിടെ വന്നത് ഇസ്തമ എന്നുള്ള പദ, സെമിയ അല്ല. ഇസ്തമ എന്ന് പറയുമ്പോൾ ശ്രദ്ധിച്ച് കേട്ടു, സെമിയ എന്ന് പറഞ്ഞാൽ സാധാരണ രൂപത്തിൽ കേട്ടു. അന്നഹുസ്തമ എന്നൊന്നിച്ച് പറയുമ്പോൾ തീർച്ചയായും അക്കാര്യം ശ്രദ്ധിച്ച് കേട്ടു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിച്ച് കേട്ടിട്ടുണ്ടെന്ന് അർത്ഥം കൊടുക്കാം. അന്നഹുസ്തമ, ശ്രദ്ധിച്ചു കേട്ടിട്ടുണ്ടെന്ന്, ചെവി കൊടുത്തിട്ടുണ്ടെന്ന്. എന്തിനാണ് അല്ലെങ്കിൽ ആരാണത് ചെയ്തത്? നഫറും മിനൽ ജിന്നി. നഫർ, നഫർ എന്ന് പറഞ്ഞാൽ 1 മുതൽ 10 വരെ അംഗങ്ങളുള്ള ഒരു ചെറിയ സംഘത്തിന് നഫർ എന്ന് പറയും. ഒരാളാണെങ്കിലും പറയും, 2, 3, 4 അങ്ങനെ 10 വരെ ആണെങ്കിൽ സാധാരണഗതിയിൽ നഫർ എന്ന് പറയാറുണ്ട്. ഒരു ചെറിയ സംഘം എന്നർത്ഥം, അല്ലെങ്കിൽ ഒരു ചെറിയ കൂട്ടം. അപ്പോൾ നഫർ ഒരു കൂട്ടം, ഒരാളാണെങ്കിലും അത് പറയും. പക്ഷേ ഇവിടെ പിന്നീട് ഇതേ ആയത്തിൽ തന്നെ ബഹുവചന രൂപത്തിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിത് ഒരു ചെറിയ സംഘം അല്ലെങ്കിൽ 3-ൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നഫറും മിനൽ ജിന്നി, മിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട. മിൻ എന്ന് പറഞ്ഞാൽ അതിൽപ്പെട്ട, അതിലുള്ള, അതിൽ നിന്ന് എന്നൊക്കെ അർത്ഥം കൊടുക്കാം. അപ്പോൾ ജിന്നുകളിൽപ്പെട്ട അല്ലെങ്കിൽ ജിന്നുകളിൽ നിന്നുള്ള, ജിന്നുകളിലെ. നഫറും മിനൽ ജിന്നി ജിന്നുകളിൽപ്പെട്ട ഒരു സംഘം ആളുകൾ, ഒരു സംഘം ഒരു ചെറിയ കൂട്ടം, അവരാണ് ശ്രദ്ധിച്ച് കേട്ടത് എന്നർത്ഥം. ഈ ജിന്ന് എന്ന പദം അത് നമ്മൾ സാധാരണഗതിയിൽ അങ്ങനെ ഉപയോഗിച്ച് പോകാറുള്ളൊരു പദമാണ്.
അത് ഒരുപാട് അർത്ഥങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പദങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വേറെ വന്നിട്ടുണ്ട്. ജന്ന എന്ന പദത്തിൽ നിന്നാണ് അത് ഉണ്ടാവുന്നത്. ജന്ന എന്ന് പറഞ്ഞാൽ മറഞ്ഞു അല്ലെങ്കിൽ മറച്ചു എന്നൊക്കെയാണ് ജന്ന. ജന്നത്ത് നമുക്കറിയാം, ജന്നത്ത് തോട്ടം. ജുന്നത്ത് എന്താണ്? ജുന്നത്ത് പരിച. ജിന്നത്ത് അതാണ് ജിന്നുകൾ. അപ്പോൾ ഇതൊക്കെ ഈ മറഞ്ഞു അല്ലെങ്കിൽ മറച്ചു എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. ഇപ്പം ജന്നത്ത് തോട്ടം, ഒരു തോട്ടം ഉണ്ടെങ്കിൽ എല്ലാ ആകെക്കൂടെ ഒരു പച്ചപ്പ് ആയി നിൽക്കുന്ന നല്ലൊരു തോട്ടം ഉണ്ടെങ്കിൽ അവിടെയുള്ള മണ്ണും കാര്യങ്ങളൊന്നും കാണില്ല, അതൊക്കെ മറച്ചു. അവിടുത്തെ ആ സ്ഥലത്തെ തന്നെ അത് മറച്ചു കളഞ്ഞു. അപ്പോൾ മറച്ചു, അത് അവിടെയും ഒരു മറ എന്നുള്ള രൂപത്തിൽ അർത്ഥം വരുന്നുണ്ട്. അതേപോലെ തന്നെ ജുന്നത്ത് പരിച, ആ പരിചയുടെ മറ പിടിച്ചിട്ടാണ് അങ്ങോട്ട് ആക്രമിക്കുക അല്ലെങ്കിൽ ഇങ്ങോട്ടുള്ളതിനെ തടുക്കുക, ജുന്നത്ത്. അതേ രൂപത്തിൽ തന്നെയാണ് ഈ ജിന്ന് എന്നുള്ള പദവും വന്നിട്ടുള്ളത്. അല്ലെങ്കിൽ ജിന്ന് എന്ന് പറഞ്ഞാൽ അതിലും ഒരു മറഞ്ഞു കിടക്കുന്നത് എന്നുള്ള അർത്ഥം വരുന്നുണ്ട്. മനുഷ്യൻ്റെ ദൃഷ്ടികളിൽ നിന്ന് മറഞ്ഞു കിടക്കുന്നതാണ് ജിന്നുകൾ. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത മറഞ്ഞു കിടക്കുന്നതാണ് ജിന്ന്. അപ്പോൾ മറഞ്ഞു കിടക്കുന്നവർ അല്ലെങ്കിൽ മറഞ്ഞവർ എന്ന രൂപത്തിലൊക്കെ ആ ഒരു പദത്തിന് അർത്ഥം നമുക്ക് വേണമെങ്കിൽ പറയാം. സാധാരണഗതിയിൽ നമ്മൾ ജിന്നുകൾ എന്ന് പറയാറുണ്ട്. അതേപോലെ തന്നെ ജനീൻ, ജനീൻ എന്ന് പറഞ്ഞാൽ ഗർഭസ്ഥ ശിശുവിനാ പറയാം. ജനീൻ അത് ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ അങ്ങനെ മറഞ്ഞു കിടക്കുകയാണല്ലോ. അതേപോലെ മറ്റൊരു പദമുണ്ട് ജാൻ. ജാൻ എന്ന് പറയുമ്പോൾ അത് ജിന്നിനും പറയും, പാമ്പിനും പറയും, സർപ്പത്തിന് ആ പേര് പറയും, ജാൻ എന്ന് പറയും. ഖുർആനിൽ തന്നെ വന്നിട്ടുണ്ട് ജാൻ എന്നുള്ള പദം. ജിന്നിന് ഉപയോഗിച്ചിട്ടും വന്നിട്ടുണ്ട്, പാമ്പിന് ഉപയോഗിച്ചിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതെന്തായിരുന്നു? ജിന്നുകളിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ അവരാണ് ഇത് ശ്രദ്ധിച്ച് കേട്ടത്. എന്നിട്ടോ ഫഖാലൂ, എന്നിട്ടവർ പറഞ്ഞു. ഖാല പറഞ്ഞു, ഖാലൂ അവർ പറഞ്ഞു, ഫഖാലു എന്നിട്ട് അവർ പറഞ്ഞു. ഫ എന്ന് പറഞ്ഞാൽ എന്നിട്ട്, അപ്പോൾ. എന്നിട്ടവർ പറഞ്ഞു. എന്താണ് അവർ പറഞ്ഞത്? ഇന്നാ സമിഅനാ. ഇന്നാ, ഇത് നമുക്ക് നല്ല പരിചയമുള്ള പദമാണല്ലേ, ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഇന്ന എന്ന് പറഞ്ഞാൽ തീർച്ചയായും, അതിൻ്റെ കൂടെ നാ എന്ന് ചേർക്കുമ്പോൾ നാം അല്ലെങ്കിൽ ഞങ്ങൾ എന്നൊക്കെ അർത്ഥം കിട്ടും. അപ്പോൾ ശരിക്ക് ഇന്നന എന്നല്ലേ വരേണ്ടത്? ഇന്നയുടെ കൂടെ നാം ചേർക്കുമ്പോൾ ഇന്നന അങ്ങനെയും വരാം, ആ രൂപത്തിലും ഉപയോഗിക്കാം. ഇന്നന എന്നുപയോഗിക്കാം, അല്ലെങ്കിൽ അതിനെ ചുരുക്കിയിട്ട് ഇന്നാ എന്നുപയോഗിക്കാം. രണ്ടും ഒന്ന് തന്നെയാണ്, ഒരേപോലെ തന്നെയാണ് അർത്ഥം. തീർച്ചയായും നാം, ഇന്നയുടെ കൂടെ നാ എന്ന് വന്നതാണെന്ന് മനസ്സിലാക്കുക. ഇന്നാ തീർച്ചയായും നാം. സമിഅന, സമിഅ കേട്ടു. ആ സമിഅ എന്നുള്ള മാലി ആയിട്ടുള്ള പദത്തിൻ്റെ കൂടെ, മാലി എന്ന് പറഞ്ഞാൽ ഭൂതകാലക്രിയ, കഴിഞ്ഞു പോയ ഒരു കാലത്തൊരു സംഗതി നടന്നു എന്നുള്ള രൂപത്തിൽ പറയാൻ വേണ്ടിയിട്ട്, പാസ്റ്റ് ടെൻസ്, അതിനാണ് മാലി എന്ന് പറയുക. അപ്പോൾ സമിഅ കേട്ടു, അതിൻ്റെ കൂടെ നാ ഞങ്ങൾ അല്ലെങ്കിൽ നാം എന്ന അർത്ഥത്തിൽ നാ എന്ന് ചേർക്കുമ്പോൾ സമിഅ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന് വരും. സമിഅന എന്നാ പറയുക, സമിഅന എന്നല്ല, സമിഅന എന്നാ വരിക. നാം കേട്ടു അല്ലെങ്കിൽ ഞങ്ങൾ കേട്ടു. ഇന്നാ സമിഅന തീർച്ചയായും ഞങ്ങൾ കേട്ടു, നിശ്ചയമായും ഞങ്ങൾ കേട്ടിരിക്കുന്നു. എന്താണ് കേട്ടത്? ഖുർആനൻ, ഖുർആനിനെ, ഖുർആനിനെയാണ് ഞങ്ങൾ കേട്ടത്. ഖറഅ എന്ന് പറഞ്ഞാൽ വായിച്ചു എന്നാണ്. ഖുർആൻ എന്ന് പറഞ്ഞാൽ വായിക്കപ്പെടുന്നത്, പാരായണം ചെയ്യപ്പെടുന്നത് എന്നാണ് അർത്ഥം ഖുർആൻ എന്നുള്ളതിൻ്റെ. മുസഹഫ് എന്ന് പറയുന്നത് അർത്ഥം, മുസഹഫ് എന്ന് പറഞ്ഞാൽ പേജുകളിലാക്കപ്പെട്ടത് എന്നാണ്, അല്ലെങ്കിൽ രണ്ട് ചട്ടകൾക്കുള്ളിലുള്ളത്, അല്ലെങ്കിൽ പേജുകൾ, ആ രൂപത്തിലൊക്കെയുള്ള അർത്ഥമാണ് അതിന് കിട്ടുക. ഇവിടെ ഖുർആൻ കേട്ടു അല്ലെങ്കിൽ ആ പാരായണം കേട്ടു, ഖുർആനിനെ കേട്ടു. എങ്ങനെയുള്ളതാണ് ആ ഖുർആൻ? അജബ, അജബൻ, അത്ഭുതകരമായ. ഖുർആനെ വിശേഷിപ്പിക്കുകയാണ്, ഖുർആനൻ അജബ, അത്ഭുതകരമായ ഖുർആനെ ഞങ്ങൾ കേട്ടു, ആശ്ചര്യകരമായ ഖുർആനെ കേട്ടു, അങ്ങനെയുള്ളൊരു പാരായണം ഞങ്ങൾ കേട്ടു. അപ്പോൾ ഇതാണ് ഈ ആയത്തിലെ പദങ്ങൾ. ഒന്നിച്ച് ഈ ആയത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ, ഖുൽ ഊഹിയ ഇലയ്യ അന്നഹുസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലു ഇന്നാ സമിഅനാ ഖുർആനൻ അജബ. നബിയെ താങ്കൾ പറയുക,
ജിന്നുകളിൽ നിന്നുള്ള ഒരു കൂട്ടർ ഖുർആൻ ശ്രദ്ധിച്ച് കേൾക്കുകയുണ്ടായെന്ന് എനിക്ക് വഹി നൽകപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, നിശ്ചയമായും ഞങ്ങൾ ആശ്ചര്യകരമായ ഒരു ഖുർആൻ കേട്ടു, ഒരു പാരായണം ഞങ്ങൾ കേട്ടു. ഇനി അടുത്ത ആയത്തിലേക്ക് പോവാം. യഹ്ദി ഇല റുഷ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബി റബ്ബിന അഹദ. യഹ്ദി എന്ന് പറഞ്ഞാൽ അത് വഴി കാട്ടുന്നു. ഹദാ യഹ്ദി, ഹദാ എന്ന് പറഞ്ഞാൽ വഴി കാണിച്ചു അല്ലെങ്കിൽ നയിച്ചു എന്നൊക്കെ അർത്ഥം. ഈ പദം നമ്മൾ പരിചയപ്പെട്ടതാണ്. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം, ഇഹ്ദിന നീ ഞങ്ങളെ നയിക്കണമേ, നീ ഞങ്ങളെ വഴി കാണിക്കണമേ. ഹദാ നയിച്ചു, വഴി കാണിച്ചു. അതിൻ്റെ മുളാരിയാണ് യഹ്ദി, വഴി കാണിക്കുന്നു അല്ലെങ്കിൽ വഴി കാണിക്കും, നയിക്കുന്നു അല്ലെങ്കിൽ നയിക്കും. മുളാരി എന്ന് പറഞ്ഞാൽ വർത്തമാനകാലക്രിയ അല്ലെങ്കിൽ ഭാവി കാലക്രിയ, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഇനി വരാൻ പോണത്. രണ്ടിനും അറബിയിൽ ഒരൊറ്റ രൂപയേ ഉള്ളൂ. അപ്പോൾ യഹ്ദി വഴി കാണിക്കും അല്ലെങ്കിൽ നയിക്കും, അല്ലെങ്കിൽ നയിക്കുന്നു, വഴി കാണിക്കുന്നു. അപ്പോൾ ഇവിടെ അത് വഴി കാണിക്കുന്നു പറയുമ്പോൾ തൊട്ട് മുമ്പത്തെ ആയത്തിൽ പറഞ്ഞ ആ ഖുർആനെ കുറിച്ചാണ് പറഞ്ഞത്. അത് വഴി കാണിക്കുന്നു, അത് നയിക്കുന്നു. എന്തിലേക്കാണത് നയിക്കുന്നത്? ഇല റുഷ്ദി, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക്, റുഷ്ദ്, റഷദ എന്ന് പറഞ്ഞാൽ സന്മാർഗിയായി എന്നാണ്. റഷീദ് എന്ന് പറഞ്ഞാൽ സന്മാർഗി, പക്വമതി, വിവേകി എന്നൊക്കെയാണ്. റുഷ്ദ് സന്മാർഗം, തൻ്റെ ഇടം, വിവേകം, പക്വത, റുഷ്ദ്. അപ്പോൾ ഇല റുഷ്ദി എന്ന് പറഞ്ഞാലോ സന്മാർഗത്തിലേക്ക്, ഇല എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നല്ലേ. ഇല റുഷ്ദി സന്മാർഗത്തിലേക്ക്, തൻ്റെ ഇടത്തിലേക്ക്, വിവേകത്തിലേക്ക്, നേർമാർഗത്തിലേക്ക്, പക്വതയിലേക്ക്, അങ്ങനെയൊക്കെ അർത്ഥം കൊടുക്കാം ഇല റുഷ്ദി എന്നുള്ളതിന്. അപ്പോൾ നേർമാർഗത്തിലേക്ക് ഞങ്ങളെ നയിക്കുന്ന ഒരു ഖുർആനെ ഞങ്ങൾ കേട്ടു. എന്നിട്ടോ ഫ ആമന്നാ ബിഹി, ഫ അപ്പോൾ, അത് ശരിക്കും കാരണത്തെ കാണിക്കുന്ന അക്കാരണത്താൽ, അപ്പം തന്നെ, ഫ അപ്പോൾ, ആമന്ന, ആമന എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചു, ആമന വിശ്വസിച്ചു. ഞങ്ങൾ വിശ്വസിച്ചു എന്നുള്ളതിന് അതിൻ്റെ അവസാനത്തിലൊരു നാ ചേർക്കണം. അപ്പോൾ ആമന എന്നുള്ളതിൻ്റെ അവസാനത്തിലൊരു നാ ചേർക്കുമ്പോൾ ആ ആമനയുടെ അവസാനത്തെ നൂനിന് സുക്കൂന് കൊടുക്കണം. ഇപ്പം കതബ എന്നുള്ളതിൻ്റെ കൂടെ നാ ചേർക്കണമെങ്കിൽ കതബ് നാ എന്നാ പറയാം. അതേപോലെ ആമന എന്നുള്ളതിൻ്റെ കൂടെ നാ ചേർക്കുമ്പോൾ ആമന്, ആമൻ നാ എന്നാ പറയാം. ആമൻ നാ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഒരു സുക്കൂന് കൊടുത്തിട്ടാണ് പിന്നെ നാ ചേർക്കുക. അപ്പോൾ ഒരു സുക്കൂനുള്ള നൂനും ഒരു ഹറക്കത്തുള്ള നൂനും ഒന്നിച്ച് വരുമ്പോൾ അത് ഷദ്ദാക്കി മാറ്റും. അപ്പോൾ ആമന്ന, ആമന്ന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിച്ചു അല്ലെങ്കിൽ നാം വിശ്വസിച്ചു. ഫ ആമന്ന അപ്പോൾ ഞങ്ങൾ വിശ്വസിച്ചു, അങ്ങനെ ഞങ്ങൾ വിശ്വസിച്ചു. ബിഹി അതിൽ, ബി എന്ന് പറഞ്ഞാൽ ഇൽ എന്നർത്ഥം, ഹി എന്ന് പറഞ്ഞാൽ അത്, ബിഹി അതിൽ, ബിഹി അതിൽ. അപ്പോൾ ഫ ആമന്ന ബിഹി അങ്ങനെ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ എന്നിട്ട് ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. വലൻ നുശ്രിക, വാവ് അത്ഫിന് വേണ്ടിയിട്ട എന്നർത്ഥത്തിൽ. ലൻ നുശ്രിക, അഷ്റക്ക എന്ന് പറഞ്ഞാൽ പങ്ക് ചേർത്തു എന്നാണ് അർത്ഥം. ഷിർക്ക് ചെയ്തു അല്ലെങ്കിൽ പങ്ക് ചേർത്തു, അഷ്റക്ക പങ്ക് ചേർത്തു. അതിൻ്റെ മുളാരിയാണ് യുശ്രിക്കു, നുശ്രിക്കു എന്നൊക്കെ. ഇവിടെ വന്നത് നുശ്രിക്കു എന്നാണ്. നുശ്രിക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പങ്കു ചേർക്കും, ഞങ്ങൾ പങ്കു ചേർക്കുന്നു, അല്ലെങ്കിൽ നാം പങ്കു ചേർക്കും, നാം പങ്കു ചേർക്കുന്നു. അതിൻ്റെ മുമ്പിൽ ലെൻ ചേരുമ്പോൾ ലെൻ നുശ്രിക്ക എന്നാണ് വരിക. ലെൻ നുശ്രിക്കു എന്നല്ല, നുശ്രിക്കു എന്നുള്ളതിന് മുമ്പിൽ ലെൻ ചേർക്കുമ്പോൾ ലെൻ നുശ്രിക്ക. അർത്ഥം വരിക ഒരിക്കലും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല എന്നാണ്. ലെൻ നുശ്രിക്ക, നുശ്രിക്കു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പങ്കു ചേർക്കുന്നു, ഞങ്ങൾ പങ്കു ചേർക്കും. ലെൻ നുശ്രിക്ക ഒരിക്കലും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. അതിൻ്റെ തുടക്കത്തിൽ വാവും കൂടെ ചേർത്ത് പറയുമ്പോഴോ വലൻ നുശ്രിക്ക ഒരിക്കലും ഞങ്ങൾ പങ്കു ചേർക്കുകയും ഇല്ല, അല്ലെങ്കിൽ അങ്ങനെ തന്നെ പങ്കു ചേർക്കുകയില്ല തന്നെ. ആരിൽ പങ്കു ചേർക്കില്ല എന്നാണ് പറയണത്? ബി റബ്ബിന, റബ്ബ് രക്ഷിതാവ്, നാഥൻ, പടിപടിയായി വളർത്തിക്കൊണ്ടുവന്നവൻ, ഒന്നുമില്ലായ്മയിൽ നിന്ന് നമ്മളെ സൃഷ്ടിക്കുകയും നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഒരുക്കിത്തരികയും നമ്മളെ പടിപടിയായി വളർത്തിക്കൊണ്ടുവരികയും ചെയ്തവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിൻ്റെ മുമ്പിൽ ബി ചേർക്കുമ്പോൾ ബി റബ്ബി, റബ്ബിനോട് അല്ലെങ്കിൽ റബ്ബിൽ,
അവസാനത്തിൽ നാന്നുണ്ട്. റബ്ബിന ഞങ്ങളുടെ, ബി റബ്ബിന ഞങ്ങളുടെ റബ്ബിൽ, ഞങ്ങളുടെ നാഥനിൽ, ഞങ്ങളുടെ നാഥനോട്, ഞങ്ങളുടെ റബ്ബിനോട്. അപ്പോൾ ഞങ്ങളുടെ റബ്ബിനോട് ഞങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല തന്നെ. അഹദ ഒരാളെയും ഒന്നിനെയും, ഞങ്ങളുടെ റബ്ബിനോട് ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ റബ്ബിൽ മറ്റൊന്നിനെയും ഞങ്ങൾ പങ്കു ചേർക്കുകയില്ല. ഒന്നിച്ചായത്തിൻ്റെ അർത്ഥം പറയുമ്പോൾ യഹ്ദി ഇല റുഷ്ദി ഫആമന്ന ബിഹി വലൻ നുശ്രിക ബി റബ്ബിന അഹദ. അത് സന്മാർഗത്തിലേക്ക് വഴി കാണിക്കുന്നു, അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചിരിക്കുന്നു. ഞങ്ങൾ ഞങ്ങളുടെ രക്ഷിതാവിനോട് ഒരാളെയും പങ്കു ചേർക്കുകയില്ല തന്നെ. ഇതാണ് ഈ 2 ആയത്തുകളിലെ പദങ്ങൾ. ഇനി നമുക്ക് വിശദീകരണത്തിലേക്ക് പോകാം. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലത്തെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് മടങ്ങി വരുന്ന സന്ദർഭത്തിലാണ് എന്നാണ്. നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം നാട്ടിലെ പ്രയാസങ്ങൾ കൂടി വന്നപ്പോൾ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സഹായം കിട്ടുമോ എന്നറിയാൻ കുടുംബക്കാർ താമസിക്കുന്ന ത്വായിഫിലേക്ക് പോയതും അവർ എതിർത്തതും അവിടെ നിന്ന് മടങ്ങിപ്പോന്നതുമൊക്കെ. ആ മടക്കയാത്രയിൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതിയപ്പോൾ ജിന്നുകൾ അത് കേട്ട കാര്യമാണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നതാണ് ഒരു അഭിപ്രായം. മറ്റൊരു അഭിപ്രായം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും സ്വഹാബികളോടൊപ്പം ഉക്കാള് ചന്തയിലേക്ക് പോകുന്ന സമയത്ത് വഴിമധ്യേ നഖ്ല എന്ന സ്ഥലത്ത് വെച്ച് സുബഹി നിസ്കരിച്ചു. ആ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്തത് അതുവഴി വന്ന ജിന്നുകൾ കേട്ട കാര്യമാണ് ഈ സൂറത്തിൽ പറയുന്നത് എന്നതാണ് രണ്ടാമത്തെ അഭിപ്രായം. ഏതായാലും ഒന്നിലധികം പ്രാവശ്യം ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഖുർആൻ കേട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ഹദീസുകളിൽ നിന്ന് വ്യക്തമാണ്. ഈ സൂറത്ത് തുടങ്ങുന്നത് ഖുൽ എന്ന പദം കൊണ്ടാണ്. ഖുൽ എന്ന പദം കൊണ്ട് തുടങ്ങുന്ന 5 സൂറത്തുകളാണ് ഖുർആനിലുള്ളത്. അതിൽ 4 നമ്മൾ പഠിച്ച സൂറത്തുകളാണ്. സൂറത്തുൽ കാഫിറൂൻ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നുള്ള സൂറത്ത്, സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ്, സൂറത്തുൽ ഫലഖ് ഖുൽ അഊസു ബിറബ്ബിൽ ഫലഖ്, സൂറത്തുൻ നാസ് ഖുൽ അഊസു ബിറബ്ബിൻ നാസ്. ഈ സൂറത്തുകളാണ് നമ്മൾ മുമ്പ് പഠിച്ചവ. ഇവിടെ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയാണ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്താണ് പറഞ്ഞു കൊടുക്കേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ പാരായണം ചെയ്യുന്നത് ജിന്നുകൾ കേട്ട ശേഷം ഞങ്ങൾ അത്ഭുതകരമായ ഒരു ഖുർആൻ കേട്ടു എന്ന് ആ ജിന്നുകൾ അവരിലെ മറ്റുള്ളവരോട് പോയി പറഞ്ഞ കാര്യം അള്ളാഹു എനിക്ക് വഹയിലൂടെ അറിയിച്ചു തന്നിരിക്കുന്നു. ഇതാണ് ജനങ്ങളോട് പറയാൻ വേണ്ടി അള്ളാഹു കൽപ്പിച്ചത്. അല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ജിന്നുകളുടെ സംസാരം കേട്ടു എന്നല്ല. ആ ജിന്നുകൾ സംസാരിച്ച വിഷയം അള്ളാഹു വഹയിലൂടെ പറഞ്ഞു കൊടുത്തപ്പോൾ അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് അറിയുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹുവിൻ്റെ അനേകം സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടിവർഗമാണ് ജിന്നുകൾ. ജിന്നുകളെക്കുറിച്ച് കുറേ കെട്ടുകഥകളും മറ്റുമൊക്കെ പ്രചാരത്തിലുള്ളത് കൊണ്ട് ജിന്ന് എന്ന് കേൾക്കുമ്പോൾ തന്നെ എന്തോ ഒരു ദുരൂഹത ഉള്ള പോലെയാണ് പലർക്കും. ജിന്നുകളെക്കുറിച്ചും മലക്കുകളെക്കുറിച്ചുമൊക്കെ അള്ളാഹുവും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും പറഞ്ഞു തന്ന അറിവേ നമുക്കുള്ളൂ. അത്ര മാത്രമേ നമുക്ക് വിശ്വസിക്കേണ്ടതുമുള്ളൂ. കാരണം ഗവേഷണം നടത്തി കണ്ടെത്താൻ പറ്റിയ രൂപത്തിലല്ല ജിന്നുകളുടെയും മലക്കുകളുടെയും സൃഷ്ടിപ്പ്. ജിന്നുകളിലെ പിശാചുക്കൾ മനുഷ്യ മനസ്സുകളിൽ തെറ്റായ തോന്നലുകൾ ഉണ്ടാക്കും, വസ്വാസ് ഉണ്ടാക്കും, അസൂയ ഉണ്ടാക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനുഷ്യ മനസ്സിൽ തെറ്റായ ചിന്തകൾ കൊണ്ടുവന്ന് മനുഷ്യനെ തെറ്റ് ചെയ്യാൻ പ്രേരിപ്പിക്കും എന്നല്ലാതെ മനുഷ്യനെ ജിന്ന് ദേഹോപദ്രവം ഏൽപ്പിക്കുമെന്നോ നമ്മുടെ വാഹനം മറിച്ചിടുമെന്നോ നമ്മുടെ എന്തെങ്കിലും സാധനങ്ങൾ എടുത്തുകൊണ്ട് പോകുമെന്നോ ഒന്നും അള്ളാഹുവോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോ പറഞ്ഞു തന്നിട്ടില്ല. അതുകൊണ്ട് ആളുകളിൽ ഭയം സൃഷ്ടിച്ച് ജ്യോത്സ്യവും മായാജാലവുമൊക്കെയായി ജീവിക്കുന്നവർ ഇതൊരു ബിസിനസ്സായി മാറ്റുന്നത് സത്യവിശ്വാസികൾ കരുതിയിരിക്കേണ്ടതുണ്ട്. എന്നാൽ ചില ആളുകൾ ജിന്നുകളെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കാറുണ്ട്. മനുഷ്യരിൽ തന്നെയുള്ള അപരിഷ്കൃതരായ ആളുകളെയാണ് ജിന്നുകൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് രഹസ്യമായി വന്ന് ഖുർആൻ കേട്ടിരുന്ന മനുഷ്യരെ തന്നെയാണ് ജിന്നുകൾ എന്ന് പറയുന്നത് എന്നൊക്കെയുള്ള വാദം ഖുർആനിൻ്റെ ആശയങ്ങൾക്കെതിരാണത്. അത് ശരിയായ ഒരു ആശയമല്ല. കൃത്യമായിട്ട് അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ ജിന്നുകൾ മറ്റൊരു സൃഷ്ടികളാണ് എന്ന് വ്യക്തമാക്കുന്നുണ്ട്. മനുഷ്യനെ അള്ളാഹു സൃഷ്ടിക്കുന്നതിന് മുമ്പ് തന്നെ ജിന്നുകളെ സൃഷ്ടിച്ചിട്ടുണ്ട് എന്ന് ഖുർആൻ വചനങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും.
ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് മാത്രം അത് അനുസരിച്ചില്ല എന്നതിൽ തന്നെ ജിന്ന് വർഗം മനുഷ്യ സൃഷ്ടിപ്പിന് മുമ്പ് തന്നെ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യരെ അള്ളാഹു സൃഷ്ടിച്ചത് മണ്ണിൽ നിന്നാണ് എന്നും ജിന്നുകളെ സൃഷ്ടിച്ചത് പുകയില്ലാത്ത തീയിൽ നിന്നാണെന്നും ഖുർആനിൽ നിന്ന് തന്നെ വ്യക്തമാണ്. മലക്കുകളെ സൃഷ്ടിച്ചത് പ്രകാശത്തിൽ നിന്നാണ് എന്ന് ഹദീസുകളിൽ കാണാൻ സാധിക്കും. മലക്കുകളെയും ജിന്നുകളെയും മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. അവരുടെ സംസാരം കേൾക്കാൻ മനുഷ്യൻ്റെ കാതുകൾക്കും കഴിയില്ല. മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധിക്കാത്ത ഒട്ടനവധി സൃഷ്ടികൾ വേറെയും ഉണ്ടല്ലോ. പല സൂക്ഷ്മജീവികളെയും മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഈ കാലത്ത് ചർച്ച ചെയ്യപ്പെടുന്ന വൈറസുകളെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ സൃഷ്ടികളിൽ പല സൃഷ്ടികളെയും മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് കാണാം, പലതിനെയും മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ല. അപ്പോൾ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ സാധ്യമല്ലാത്ത സൃഷ്ടികളിൽപ്പെട്ട ഒരു സൃഷ്ടി അതാണ് ജിന്ന്. ഈ ജിന്ന് മാത്രമൊന്നുമല്ല മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തത്. മറ്റൊരുപാട് സൃഷ്ടികൾ, അള്ളാഹു സൃഷ്ടിച്ച മറ്റൊരുപാട് സൃഷ്ടികളെ മനുഷ്യൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്തതായിട്ടുണ്ട്. അതുപോലെ തന്നെ പല ശബ്ദങ്ങളും മനുഷ്യൻ്റെ കാതുകൾക്ക് കേൾക്കാനും സാധ്യമല്ല. എന്നാൽ ജിന്നുകൾക്ക് മനുഷ്യരെ കാണാം, മനുഷ്യരുടെ ശബ്ദം കേൾക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംസാരിക്കുന്നത് ജിന്നുകൾക്ക് മനസ്സിലായിരുന്നു. എന്നാൽ മനുഷ്യന് സംസാരിക്കുന്ന എല്ലാ ഭാഷകളും ജിന്നുകൾക്ക് അറിയുമോ എന്ന് നമുക്കറിഞ്ഞുകൂടാ. മലക്കുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സ്വന്തമായി തീരുമാനമെടുക്കാൻ യാതൊരു നിവൃത്തിയില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് തെറ്റ് ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അതേപടി അനുസരിക്കാൻ പറ്റുന്ന രൂപത്തിലാണ് അള്ളാഹു മലക്കുകളെ സൃഷ്ടിച്ചിട്ടുള്ളത്. എന്നാൽ മനുഷ്യർക്കും ജിന്നുകൾക്കും സ്വന്തമായി തീരുമാനമെടുക്കാനുള്ള ബുദ്ധിയും കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. സ്വന്തം തീരുമാനപ്രകാരം നന്മയോ തിന്മയോ തിരഞ്ഞെടുക്കാൻ അവർക്ക് അനുവാദമുണ്ട്, അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഒരു കഴിവ് അവർക്ക് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കും ജിന്നുകൾക്കും സ്വർഗവും, അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിക്കുന്ന മനുഷ്യർക്കും ജിന്നുകൾക്കും നരകവും അള്ളാഹു ഒരുക്കി വച്ചിരിക്കുന്നു. മലക്കുകളുടെ ആവാസ കേന്ദ്രം ആകാശങ്ങളും മനുഷ്യരുടെയും ജിന്നുകളുടെയും ആവാസ കേന്ദ്രം ഭൂമിയുമാകുന്നു. എന്നാൽ ആകാശത്തിലൂടെ സഞ്ചരിക്കാൻ ജിന്നുകൾക്ക് കഴിയും. മനുഷ്യരെ പോലെ സമൂഹമായിട്ടാണ് ജിന്നുകൾ കഴിയുന്നത് എന്ന് ചില ആയത്തുകളുടെ വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ജിന്ന് വർഗത്തിൽ അള്ളാഹുവിനെ ധിക്കരിച്ചുകൊണ്ട് മറ്റുള്ളവരെ വഴിപിഴപ്പിക്കുന്ന ജിന്നുകളെയാണ് ഷെയ്ത്താൻമാർ അല്ലെങ്കിൽ പിശാചുക്കൾ എന്ന് പറയുന്നത്. ഈ ഷെയ്ത്താൻമാരുടെ നേതാവാണ് ഇബ്ലീസ്. ഇബ്ലീസിനെ സൂചിപ്പിക്കാൻ അശ്ശൈത്വാൻ എന്ന് പറയാറുണ്ട്. ഇവിടെ നമ്മൾ പഠിക്കുന്ന ആയത്തിൽ ഒരു കൂട്ടം ജിന്നുകൾ ഖുർആൻ ശ്രദ്ധിച്ച് കേട്ടു എന്നതാണ് ഒരു വിഷയം. സാധാരണ കേൾക്കലും ശ്രദ്ധിച്ച് കേൾക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഈ രണ്ട് കേൾക്കലും തമ്മിൽ നമ്മളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളും വ്യത്യസ്തമാണ്. അതായത് നന്നായിട്ട് ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ അത് ശരിക്കും നമ്മളിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാക്കും. അതേസമയത്ത് അത്ര ശ്രദ്ധിക്കാതെ ഒരു ഒഴുക്കൻ മട്ടിലുള്ള കേൾക്കലാണെങ്കിൽ അതിന് അത്രത്തോളം ചിലപ്പോൾ ഫലം ചെയ്യാൻ പറ്റണമെന്നില്ല. ഒരു ആശുപത്രിയിൽ നമ്മളിങ്ങനെ ഒരു സ്ഥലത്തിരിക്കുമ്പോൾ നമ്മൾ വെറുതെ സമയം ചിലവാക്കാൻ വേണ്ടി ഒരു സ്ഥലത്തിരിക്കുകയാണെങ്കിൽ അവിടെ ഇങ്ങനെ പല രോഗികളുടെയും പേര് വിളിക്കുന്നു, ഡോക്ടറുടെ അടുത്തേക്ക് ഇങ്ങനെ പറഞ്ഞയക്കുന്നു. നമ്മളതൊക്കെ ഇങ്ങനെ ചിലത് കേൾക്കും, ചിലത് കേൾക്കൂല, അത്രയേ ഉള്ളൂ. എന്നാൽ ആ കൂട്ടത്തിൽ നമ്മളും അങ്ങോട്ട് പോവേണ്ട ഒരു വ്യക്തിയാണ്, ആ ഡോക്ടറെ കാണാൻ വേണ്ടിയാണ് നമ്മളും കാത്തിരിക്കുന്നതെങ്കിൽ ഓരോ പ്രാവശ്യം പേര് വിളിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കും, നമ്മളുടെ പേര് അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള അറിയാൻ. അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതും ശ്രദ്ധിക്കാതെ കേൾക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. മറ്റത് ചിലതൊക്കെ കേൾക്കും, ചിലതൊന്നും കേൾക്കൂല. ഇപ്പോൾ ഈ ഖുർആൻ ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ സൂചിപ്പിച്ചു, ചില ആളുകൾ നന്നായിട്ട് ശ്രദ്ധിച്ച് കേൾക്കും, എല്ലാ കാര്യങ്ങളും വ്യക്തമായി മനസ്സിലാക്കും. എന്നാൽ അങ്ങനെയല്ലാതെ നമ്മുടെ മറ്റുള്ള എല്ലാ സംസാരങ്ങളുടെ കൂട്ടത്തിലും ക്ലാസ് അങ്ങനെ കേട്ട് പോകും. അപ്പോൾ ചിലതൊക്കെ നഷ്ടപ്പെടും, ചിലതൊക്കെ കേൾക്കും, അങ്ങനെ പോകും. എന്തായാലും രണ്ടും തമ്മിലുണ്ടാക്കുന്ന ആ ഒരു മാറ്റങ്ങൾ വ്യത്യസ്തമായിരിക്കും. പിന്നീട് പറയുന്നത്, എന്നിട്ട് അവർ അവരുടെ കൂട്ടത്തിൽ ചെന്ന് പറയുന്ന കാര്യമാണ്. ആ ജിന്നുകൾ ഈ ഖുർആൻ കേട്ടതിന് ശേഷം അവരുടെ കൂട്ടത്തിൽ ചെന്ന് പറയുന്നതാണ് മറ്റൊരു വിഷയം. അവർക്കൊരു കാര്യം സത്യമാണെന്ന് ബോധ്യപ്പെട്ടപ്പോൾ അവർ അത് വിശ്വസിക്കാൻ തയ്യാറായി എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ കൂടെ അതിലേക്ക് ക്ഷണിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. നമ്മളും ഖുർആൻ മനസ്സിലാക്കുന്നവരാണ്. എന്നാൽ ആ കേട്ട കാര്യം ശരിക്കും വിശ്വസിച്ച്
അത് നമ്മളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ നടക്കുന്നുണ്ടോ അല്ലെങ്കിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കണം. മാത്രമല്ല ദീനിനെക്കുറിച്ച് നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ മറ്റുള്ളവർക്ക് കൂടി അറിയിച്ചു കൊടുക്കുന്ന ഒരു ഉത്തരവാദിത്വം നമുക്കുണ്ട്. അത് നാം നിർവഹിക്കാറുണ്ടോ എന്നും നാം സ്വയം പരിശോധിക്കേണ്ട കാര്യമാണ്. ഇന്നത്തെ കാലഘട്ടങ്ങളിൽ നിങ്ങൾ നോക്കൂ, എത്രയോ എളുപ്പമാണ് നമുക്ക് നാം മനസ്സിലാക്കുന്ന ഖുർആൻ ആശയങ്ങളൊക്കെ മറ്റുള്ളവർക്ക് പങ്കുവെക്കാൻ, അല്ലേ? എത്ര എളുപ്പമാണ്. വാട്സപ്പ് ഉണ്ട്, മറ്റുള്ള മാർഗ്ഗങ്ങളുണ്ട്, മറ്റുള്ളവർക്കത് പങ്കുവെക്കാൻ വളരെ എളുപ്പമാണ്. എന്നിട്ടും ചില ആളുകൾ സ്വന്തമായി കേൾക്കും പഠിക്കും എന്നല്ലാതെ മറ്റുള്ളവർക്ക് ഇത്തരം ക്ലാസ്സുകൾ കൈമാറുന്ന കാര്യം അതൊന്നും അത്ര ഗൗരവത്തിലെടുക്കുന്നില്ല. ഖുർആൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും ഉത്തമർ എന്ന് അറിയുന്ന നാം പഠിക്കുന്ന ഖുർആൻ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുവാനും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഞാൻ സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്, ഈ അടുത്ത കാലത്ത് 2-3 പ്രാവശ്യം ചില ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പൊന്നാനി എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ പൊന്നാനി എന്നുള്ള സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെയുള്ള ആളുകൾ ഒരുപാട് ആളുകൾ നമ്മുടെ ഈ പരിശുദ്ധ ഖുർആനിൻ്റെ ഈ ക്ലാസ് കേൾക്കുകയും കൃത്യമായി അത് പഠിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഒരുപാട് പ്രായം ചെന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട്, റിട്ടയേർഡ് ആയിട്ടുള്ള ആളുകളൊക്കെ ഉണ്ട്. അതിൽ വളരെ ആഴത്തിൽ പഠിക്കുന്ന പല ആളുകൾക്കും പറയാനുള്ളത്, ആദ്യമായി ഈ ക്ലാസ് ഞങ്ങൾക്ക് അയച്ചു തന്നത് ഈ വ്യക്തിയാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകൾ എടുത്ത് സൂചിപ്പിക്കുന്നുണ്ട്. എപ്പോഴും ഞങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇതിങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. കാരണം പരിശുദ്ധ ഖുർആൻ നന്നായിട്ട് പഠിക്കാനൊരു അവസരം കിട്ടിയപ്പോൾ അവർക്കുണ്ടായ സന്തോഷം, ആ സന്തോഷം അവർ പങ്കുവെക്കുന്നത് ആദ്യമായിട്ട് ആ ക്ലാസ് അവർക്ക് അയച്ചു കൊടുത്ത ആ ആൾക്ക് പ്രാർത്ഥനകളൊക്കെ കൊടുത്തിട്ടാണ്. അതായത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, സദാ പ്രാർത്ഥിക്കുകയാണ്, എല്ലാ സമയത്തും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. നോക്കൂ, നമുക്കൊക്കെ അത്തരം പ്രാർത്ഥനകൾ കിട്ടണം. മറ്റുള്ള ആളുകൾക്ക് പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ കൊടുക്കുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു സന്തോഷമായി മാറുകയാണെങ്കിൽ, അവർക്ക് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ഒരു ഉപാധിയായി അത് മാറുകയാണെങ്കിൽ, ആ അയച്ചു കൊടുത്ത ആൾക്ക് സദാ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കും. ശരി, ഇവിടെ ജിന്നുകൾ പറയുകയാണ്, അത്ഭുതകരമായ ഒരു ഖുർആൻ ഞങ്ങൾ കേട്ടു എന്ന്. അത് സന്മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്, അതിനാൽ ഞങ്ങൾ അതിൽ വിശ്വസിച്ചു. കേട്ട ഉടനെ അവർക്ക് കാര്യം ബോധ്യമായി എന്നർത്ഥം. അവർ അതിൽ വിശ്വസിച്ചു. ഇനി ഒരിക്കലും ഞങ്ങൾ റബ്ബിൽ പങ്കു ചേർക്കുകയില്ല. അപ്പോൾ അതുവരെ അവർ പങ്കു ചേർക്കുകയായിരുന്നു എന്നും നമുക്ക് അനുമാനിക്കാൻ പറ്റും. പല ആളുകളും ഖുർആനിൻ്റെ മഹത്വം പ്രസംഗിക്കാറുണ്ട്. പക്ഷേ ഈ മഹത്വമൊക്കെ മനസ്സിലാക്കി എന്ന് പറഞ്ഞിട്ടും അതിൽ വിശ്വസിച്ച് ഈ മതത്തിലേക്ക് കടന്നു വരുന്നില്ലെങ്കിൽ പിന്നെ അവർക്ക് പരലോകത്ത് എന്ത് ഗുണമാണ് കിട്ടുക? ഇവിടെ ജിന്നുകൾ പറഞ്ഞു നോക്കൂ, നമുക്കതിൽ വലിയ പാടുണ്ട്. ഇത് നേരായ മാർഗത്തിലേക്ക് നയിക്കുന്നതാണ്, അതുകൊണ്ട് തന്നെ ഞങ്ങളതിൽ വിശ്വസിച്ചു. മാത്രമല്ല ഇനി ഞങ്ങൾ ഒരിക്കലും പങ്കു ചേർക്കുകയില്ല അള്ളാഹുവിൽ. നോക്കൂ നിങ്ങൾ, അവരുടെ ജീവിതത്തിൽ ആ ഒരു ആയത്തുകൾ കേട്ട സമയത്ത് കൂടുതൽ വൈകാതെ എത്രയും പെട്ടെന്ന് അവർ തീരുമാനമെടുത്തു, അതിൽ വിശ്വസിച്ചു എന്ന് മാത്രമല്ല അവരുടെ ജീവിതം ആകെ മാറ്റാൻ അവർ തയ്യാറായി. ഇനി ഒരിക്കലും അള്ളാഹുവിൽ പങ്കു ചേർക്കുകയില്ല, ഞങ്ങളുടെ റബ്ബിൽ ഞങ്ങൾ ഇനി ഒരിക്കലും പങ്കു ചേർക്കുകയില്ല എന്ന് അവർ പറഞ്ഞത്. അഹദാന, ഒന്നിനെയും ഒരാളെയും പങ്കു ചേർക്കുകയില്ല. എന്താ പറഞ്ഞതിനർത്ഥം? അള്ളാഹുവിൻ്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ, ഇപ്പോൾ അള്ളാഹുവാണ് ഭൂമിയും ഈ സർവ്വചരാചരങ്ങളും ഒക്കെ സൃഷ്ടിച്ചത്, അള്ളാഹു മാത്രമല്ല അള്ളാഹുവിൻ്റെ കൂടെ മറ്റാരെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് പങ്കു ചേർക്കലായി. അള്ളാഹുവിനെ നമ്മൾ ആരാധിക്കുന്ന കൂട്ടത്തിൽ മറ്റാരെങ്കിലും ആരാധിക്കുകയാണെങ്കിൽ അത് പങ്കു ചേർക്കലായി. അള്ളാഹുവിനുള്ള എന്തെങ്കിലും ഒരു ഗുണം, അള്ളാഹുവിന് മാത്രമുള്ള എന്തെങ്കിലും ഒരു ഗുണം അത് മറ്റുള്ളവർക്കും ഉണ്ട് എന്ന് നമ്മൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ അത് പങ്കു ചേർക്കലായി. അപ്പോൾ അള്ളാഹുവിൽ ഒരു തരത്തിലും ഞങ്ങളിനി പങ്കു ചേർക്കുകയില്ല എന്നവർ ഉറപ്പിച്ച് പറയാണ്. അപ്പോൾ അതുവരെ പങ്കു ചേർത്തിട്ടായിരിക്കും അവർ ജീവിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഇപ്പോൾ ആ ഒരു കാര്യം ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടപ്പോൾ ആ കേട്ട മാത്രയിൽ തന്നെ അവർ മാറാൻ തയ്യാറായി. നമുക്ക് വലിയ പാഠമുണ്ട് ഇതിൽ. പലപ്പോഴും പല ഖുർആനിൻ്റെ ആയത്തുകളും കേൾക്കുമ്പോൾ നമ്മളത് കേൾക്കും എന്നല്ലാതെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ പലപ്പോഴും തയ്യാറാവണമെന്നില്ല. പക്ഷേ പരിശുദ്ധ ഖുർആനിൻ്റെ വചനങ്ങൾ ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ളതാണ്. ഇനി നോക്കൂ നിങ്ങൾ, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രമാണ് തൊട്ട് മുമ്പത്തെ സൂറത്തിൽ നമ്മൾ പഠിച്ചത്. 950 വർഷക്കാലം അദ്ദേഹം ആളുകളെ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചിട്ടും കൂടുതലൊന്നും ആളുകൾ അത് സ്വീകരിക്കാൻ തയ്യാറായില്ല. അതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തുള്ള പല ആളുകളും ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടിട്ട് അത് അംഗീകരിക്കാൻ കൂട്ടാക്കിയിട്ടില്ല. എന്നാൽ ജിന്നുകളിലെ ഒരു കൂട്ടർ ഖുർആനിൻ്റെ ആയത്തുകൾ കേട്ടപാടെ അത് വിശ്വസിക്കുകയും അവരുടെ കൂട്ടത്തിലുള്ള മറ്റുള്ള ആളുകളെ ഇതിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു.
ആളുകൾ പലപ്പോഴും ഖുർആൻ സ്വീകരിക്കാതിരിക്കുന്നത് അത് മനസ്സിലാകാത്തത് കൊണ്ടോ ബോധ്യം വരാത്തത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ചില ഭൗതിക താല്പര്യങ്ങൾ, അതേപോലെ തന്നെ മർക്കടമുഷ്ടി, സമൂഹത്തിൽ നിന്നുണ്ടായേക്കാവുന്ന പ്രതികരണം, ഇതൊക്കെ ഓർത്തിട്ടാണ്, അല്ലെങ്കിൽ ഇതൊക്കെയാണ് പലപ്പോഴും ആളുകൾ ഖുർആൻ സത്യമാണെന്ന് ബോധ്യപ്പെട്ടിട്ടും അത് അംഗീകരിച്ച് ജീവിക്കാതിരിക്കാനുള്ള കാരണം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദൗത്യം മനുഷ്യരിൽ മാത്രമല്ല ജിന്നുകളിൽ കൂടി ഉണ്ട് എന്നും ഖുർആൻ മനുഷ്യർക്ക് മാത്രമല്ല ജിന്നുകൾക്ക് കൂടിയുള്ളതാണ് എന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ഒരു കൗതുകമായി തോന്നുന്നൊരു കാര്യം സൂചിപ്പിക്കാം. അതായത് ജിന്നുകൾ ഒരു അത്ഭുതമാണ് എന്ന് ചിന്തിച്ച് ആ ജിന്നുകളെ വെച്ച് അള്ളാഹുവിൽ ഷിർക്ക് ചെയ്യുന്ന ആളുകളുണ്ടായിരുന്നു. എന്നാൽ ഈ ആയത്തിലൂടെ എന്താണ് പറയുന്നത്? ഖുർആൻ ഒരു അത്ഭുതമാണ് എന്നും ഇനി ഒരിക്കലും നാം ഷിർക്ക് ചെയ്യുകയില്ല, അങ്ങനെയാണ് ജിന്നുകൾ പറയുന്നത്. ആളുകൾ ജിന്നുകളെ ഒരു അത്ഭുതമായി കണ്ട് ജിന്നുകളെ വെച്ച് ഷിർക്ക് ചെയ്യുമ്പോൾ ജിന്നുകൾ പറയാണ് ഖുർആൻ ഒരു അത്ഭുതമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇനി ഒരിക്കലും ഷിർക്ക് ചെയ്യൂല എന്ന്. അപ്പോൾ പരിശുദ്ധ ഖുർആൻ ആഴത്തിൽ മനസ്സിലാക്കുകയാണെങ്കിൽ, നിഷ്കളങ്കമായി സത്യസന്ധമായി പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാൻ വേണ്ടി മനസ്സ് തുറക്കുകയാണെങ്കിൽ ഒരാൾക്കും ഷിർക്ക് ചെയ്യാൻ സാധിക്കൂല. അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ജീവിക്കും ആ രൂപത്തിലാണെങ്കിൽ. ശരി, നമുക്ക് ഈ 2 ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം, അതിനുശേഷം ഗ്രാമർ പറയാം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു. അന്നഹു എന്നുള്ളിടത്ത് നൂനിൻ്റെ ഷദ് മണിക്കണം. അവിടെ ഹു എന്നുള്ളതിനെ നീട്ടാൻ പാടില്ല. കാരണം ഹ ഉലമീർ കണ്ടു കഴിഞ്ഞാൽ, ഹു എന്നുള്ളത് കണ്ടു കഴിഞ്ഞാൽ നീട്ടണോ നീട്ടണ്ടേ തീരുമാനിക്കുക എങ്ങനെയാണ്? അതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ടോ നോക്കിയിട്ടാണ്. ഇവിടെ അന്നഹു എന്നുള്ളിടത്തുള്ള ആ ഹു എന്നുള്ളതിൻ്റെ മുമ്പുള്ള അക്ഷരത്തിന് ഹർക്കത്തുണ്ട്, പക്ഷേ ശേഷം വരുന്ന ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരത്തിന് സുക്കൂനാണ്. ഇസ്തമ, അവിടെ സീനിന് സുക്കൂനാണ്, അതാണ് ഉച്ചരിക്കുന്ന ആദ്യത്തെ അക്ഷരം. അപ്പോൾ അവിടെ ഹു എന്നുള്ളതിന് ശേഷം ഹർക്കത്തില്ല, അല്ലെങ്കിൽ സുക്കൂനാണ് എന്നുള്ളത് കൊണ്ട് ആ ഹു എന്നുള്ളതിനെ നീട്ടാൻ പാടില്ല. നീട്ടാതെ ഹു എന്ന് മാത്രമേ പറയാവൂ. അപ്പോൾ അന്നഹുസ്തമ, അന്നഹുസ്തമ. നഫറുമിന, അവിടെ നഫറുൻ, റാഇന് തൻവീന്, അതിന് ശേഷം വരുന്ന അക്ഷരം മീമാണ്. മീമിൻ്റെ മുമ്പ് തൻവീന് കണ്ടു കഴിഞ്ഞാൽ ആ തൻവീനിനെ മീമിലേക്ക് ലയിപ്പിക്കുക, മണിക്കുക. ഇദ്ഗാം ബിഗുന്ന എന്ന് പറയും. 4 അക്ഷരങ്ങൾക്കാണ് ആ രൂപത്തിലുള്ളത്. അതായത് നൗമി എന്ന് ഓർത്താൽ മതി. നൂന്, വാവ്, മീമ്, യാ. ഈ 4 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ കണ്ടാൽ ആ നൂനിൻ്റെ ശബ്ദത്തെ ഈ അക്ഷരങ്ങളിലേക്ക് ലയിപ്പിക്കണം, മണിക്കണം. ഇപ്പോൾ ഇവിടെ നഫറുൻ തൻവീന് വന്നു, അതിനുശേഷം മീമ്. അപ്പോൾ നഫറുമിന, നഫറുമിന. മിനൽ ജിന്നി, അവിടെ നൂനിൻ്റെ ഷദ് മണിക്കണം, ജിന്നി. ഫഖാലു ഇന്ന, ഫഖാലു എന്നുള്ളിടത്തൊരു നീട്ടലുണ്ട്, ഫഖാലു. ആ നീട്ടലിന് ശേഷം വരുന്ന അക്ഷരം ഹംസയാണ്. ഹംസയുടെ മുമ്പ് നീട്ടൽ വന്നു കഴിഞ്ഞാൽ അത് 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ പറ്റുന്ന സ്ഥലങ്ങളാണ്. ചില സ്ഥലത്ത് നിർബന്ധമാണ്, ചില സ്ഥലത്ത് അങ്ങനെ ചെയ്യാം. എപ്പോഴാണ് നിർബന്ധം? ഒരേ പദത്തിൻ്റെ ഉള്ളിലാണ് നീട്ടലും ഹംസയും അടുത്തടുത്തെങ്കിൽ നിർബന്ധമായിട്ട് നീട്ടണം. ഇവിടെ ഒരേ പദത്തിലല്ല, നീട്ടലും ഹംസയും അടുത്തടുത്താണെങ്കിലും വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് നിർബന്ധമില്ല, 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. മദ് മുൻഫസിൽ എന്നാണ് അതിന് പറയാം. ഇനി ഇന്ന, അവിടെ നൂനിൻ്റെ ഷദ് മണിക്കണം, ഇന്ന. സമിഅന ഖുർആനൻ, ഖുർആനൻ, അവിടെ നൂനിൻ്റെ തൻവീന് വന്നു. അതിനുശേഷം വന്നത് ഐനാണ്, അജബ, ഐനാണ്. ഐനിൻ്റെ മുമ്പ് തൻവീനോ സുക്കൂനുള്ള നൂനോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതിനെ വെളിവാക്കി പറയണം, നൂനിൻ്റെ ശബ്ദം വെളിവാക്കണം. അത് ഹൽക്കിൻ്റെ അക്ഷരങ്ങളുടെ മുമ്പിൽ വന്നതുകൊണ്ടാണ്. തൊണ്ടയിൽ നിന്ന് വരുന്ന അക്ഷരങ്ങളെയാണ് ഹൽക്കിൻ്റെ അക്ഷരം എന്ന് പറയാം. 6 അക്ഷരങ്ങളാണ് അതുള്ളത്. ഹംസ, ഹ, ഐൻ, ഹ, ഗൈൻ, ഹ. ഈ 6 അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പിൽ സുക്കൂനുള്ള നൂനോ തൻവീനോ കണ്ടു കഴിഞ്ഞാൽ അവിടെ വെളിവാക്കണം, നൂനിൻ്റെ ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അപ്പോൾ ഖുർആനൻ, അൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം. അജബൻ എന്നാണ്, പക്ഷേ അവിടെ പാരായണം നിർത്തുമ്പോൾ അജബ എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. അജബ, അതായത് ഫതഹ് ഇട്ടിട്ട് 2 അക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. മദ് അഴിവല് എന്നാണ് അതിന് പറയാം. അടുത്ത ആയത്ത് യഹ്ദീ ഇല റുഷ്. യഹ്ദീ എന്നുള്ളിടത്ത് ആ നീട്ടലുണ്ടല്ലോ, യഹ്ദീ എന്ന് പറഞ്ഞ നീട്ടൽ, അതിനുശേഷം വരുന്ന അക്ഷരവും ഹംസയല്ലേ. അപ്പോൾ അവിടെയും ഹംസയും അല്ലെങ്കിൽ മദ്ദും ഹംസയും അടുത്തടുത്ത് വന്നു, നീട്ടലും ഹംസയും അടുത്തടുത്ത് വന്നു, വ്യത്യസ്ത പദങ്ങളിലാണ്. അതുകൊണ്ട് നിർബന്ധമില്ല, 4 or 5 അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാം. യഹ്ദീ ഇല റുഷ്ദി.
ഫ ആമന്ന അവിടെ നൂനിൻ്റെ ശബ്ദം മണിക്കണം. ബിഹി ബിഹി എന്നുള്ളിടത്ത് ആ ഹി എന്നുള്ളതിനെ ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. കാരണം ആ ഹി എന്നുള്ളതിൻ്റെ മുമ്പും ശേഷമുള്ള അക്ഷരങ്ങൾക്ക് ഹർക്കത്തുണ്ട്. അതുകൊണ്ട് ബിഹി ഒരു രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടുക. ഇനി അവിടെ നിങ്ങൾ നോക്കൂ, ആ ബിഹി എന്ന് കഴിഞ്ഞിട്ട് മുകളിൽ ഒരു ചെറിയ സ്വിലി സ്വാദും ലാമും കാണാം. അതിൻ്റെ ഉദ്ദേശം അവിടെ പാരായണം നിർത്തുകയും ആവാം, നിർത്താതെ ഓതുകയും ചെയ്യാം. പക്ഷേ കൂട്ടി ഓതലാണ്, നിർത്താതെ ഓതലാണ് ഏറ്റവും ഉത്തമം. നിർത്തി ഓതുകയാണെങ്കിൽ ബിഹ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഫ ആമന്ന ബിഹ് ബിഹി എന്നുള്ളതിൻ്റെ ആ ഹാന് സുക്കൂന് കൊടുത്തിട്ട് ചെറിയൊരു ഹ് എന്നുള്ള ശബ്ദം ബിഹ് എന്ന് പറഞ്ഞിട്ടാണ് നിർത്തുക. ഇനി വലൻ നുശ്രിക്ക, വലൻ എന്നുള്ളിടത്ത് സുക്കൂനുള്ള നൂന് വന്നു, പിന്നീട് നുശ്രിക്ക അവിടെ ഹർക്കത്തുള്ള നൂനും വന്നു. ഹർക്കത്തുള്ള നൂനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നാൽ ഇദ്ഗാം ബി ഗുന്ന. നമ്മൾ നേരത്തെ നൗമി എന്ന് പറഞ്ഞപ്പോൾ അതിൽ നൂന് വിട്ടല്ലോ. അപ്പോൾ നൂനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു, ഹർക്കത്തുള്ള നൂനിൻ്റെ മുമ്പ് സുക്കൂനുള്ള നൂന് വന്നു. അപ്പോൾ എന്ത് ചെയ്യണം? ലയിപ്പിക്കുക, മണിക്കുക. വലന്നുശ്രിക്ക വലന്നുശ്രിക്ക ബി റബ്ബിന അഹദ. അവിടെയും തന്നെ അഹദ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ അഹദൻ എന്നാണ്. പാരായണം നിർത്തുമ്പോൾ അഹദ ഫതഹ് ഇട്ടിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് നീട്ടുക. ഈ ഫതഹ് തൻവീന് വരുമ്പോൾ മാത്രമാണ് ഇങ്ങനെ. ഫതഹ് തൻവീന് വരുമ്പോൾ അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ അത് ഫതഹ് ആക്കിയിട്ട് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യത്തിലേക്ക് നീട്ടും. അതിനെയാണ് മദ് അഴിവദ് എന്ന് പറയുന്നത്. നമുക്ക് ഈ രണ്ട് ആയത്തുകളൊന്ന് പാരായണം ചെയ്യാം, അതിനുശേഷം ഗ്രാമർ നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഊഹിയ ഇലയ്യ അന്നഹു ഇസ്തമഅ നഫറും മിനൽ ജിന്നി ഫഖാലൂ ഇന്നാ സമിഅനാ ഖുർആനൻ അജബാ യഹ്ദീ ഇലർ റുശ്ദി ഫആമന്നാ ബിഹി വലൻ നുശ്രിക ബിറബ്ബിനാ അഹദാ. ഇനി ഈ രണ്ട് ആയത്തുകളിലെ ഗ്രാമർ നോക്കുകയാണെങ്കിൽ, ഖുൽ നമ്മൾ പറഞ്ഞു അത് അമ്രാണ്, കൽപ്പനക്രിയയാണ്. മുളാരിയിൽ നിന്നാണ് അത് ഉണ്ടാക്കുന്നത്. യഖൂലു എന്നുള്ള പദത്തിൽ നിന്നാണ് ഖുൽ ഉണ്ടാവുന്നത്. ഊഹിയ എന്നുള്ളത് മജ്ഹൂൽ രൂപമാണ്. അങ്ങനെ ചെയ്യപ്പെട്ടു, വഹി നൽകപ്പെട്ടു, ബോധനം നൽകപ്പെട്ടു എന്നുള്ള രൂപത്തിൽ മജ്ഹൂൽ രൂപമാണതുള്ളത്. ഇനി ഇസ്തമഅ കേട്ടു. ആര് കേട്ടു? നഫറുൻ നഫറുൻ ഒരു കൂട്ടം ആളുകൾ. അപ്പോൾ ആ നഫറുൻ എന്നുള്ളത് നഫറും മിനൽ ജിന്നി എന്നുള്ള ആ ഒരു ഭാഗം അത് ഫാഇലിൻ്റെ ഭാഗത്താണ്. ആരാണ് കേട്ടത്? നഫറും മിനൽ ജിന്നി അല്ലെങ്കിൽ നഫർ, അത് ഫാഇലാണ്. മിനൽ ജിന്നി, ആ ജിന്ന് എന്നുള്ള പദത്തിൻ്റെ മുമ്പിൽ മിൻ എന്നുള്ള പദം വന്നപ്പോൾ ജിന്നി എന്നായി. മിൻ എന്നുള്ളത് ഹർഫ് ജറാണ്. മിന്നിന് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്റ് കൊണ്ടാണ്. അപ്പോൾ മിനൽ ജിന്നി, മിനൽ മദ്രസത്തി, മിനൽ ബൈത്തി അങ്ങനെയാണ് പറയാം. അവസാനത്തിൽ കസ്റാണ് സാധാരണ കൊടുക്കുക. അപ്പോൾ മിനൽ ജിന്നി. ഇനി ഇവിടെ മിൻ എന്നാണ് ശരിക്ക്. എന്തുകൊണ്ട് മിന എന്നായി? മിൻ അൽ ജിന്നി എന്ന് പറയുമ്പോൾ മിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ സുക്കൂന്, അൽ ജിന്നിൻ്റെ തുടക്കത്തിലെ ലാമിന് സുക്കൂന്. അപ്പോൾ അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നു. അത് ഒഴിവാക്കാൻ, ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ്. അടുത്തടുത്ത് രണ്ട് സുക്കൂനുകൾ വന്നാൽ പാരായണം ശരിയാവില്ല, അവിടെ മുറിഞ്ഞു പോകും. ആ ഒരു പ്രശ്നം ഒഴിവാക്കാനാണ് മിൻ എന്നുള്ളത് മിന എന്നാക്കിയത്. അപ്പോൾ മിനൽ ജിന്നി. ഇനി സമിഅന ഞങ്ങൾ കേട്ടു. എന്താ കേട്ടത്? ഖുർആനൻ, ഖുർആനിനെ. അപ്പോൾ ഖുർആനിനെ എന്നുള്ളത് ഒബ്ജക്റ്റാണ്, അല്ലെങ്കിൽ മഫൂലും ബിഹിയാണ്. മഫൂലും ബിഹിക്ക് ഇറാബ് നസ്ബാണ്. സാധാരണഗതിയിൽ ഫതഹ് കൊണ്ടാണ് കൊടുക്കുക, അല്ലെങ്കിൽ ഫതഹ് തൻവീൻ കൊണ്ടാണ് കൊടുക്കുക. അപ്പോൾ സമിഅന എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കേട്ടു. അപ്പോൾ ഞങ്ങൾ എന്നുള്ളത് ഫായിലാണ്, കേട്ടു എന്നുള്ളത് ഫീലാണ്. ഇനി എന്താണ് കേട്ടത്? അതാണ് മഫൂലും ബിഹി അല്ലെങ്കിൽ ഒബ്ജക്റ്റ്, അത് ഖുർആൻ. അപ്പോൾ ഖുർആനൻ എന്ന് വരാനുള്ള കാരണം അത് ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തായതുകൊണ്ടാണ്, മഫൂലും ബിഹിയുടെ സ്ഥാനത്തായതുകൊണ്ടാണ്. ഇനി ആ ഖുർആനിനെ വിശേഷിപ്പിക്കുന്ന അതിൻ്റെ സിഫത്താണ് അജബൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഖുർആനൻ അജബൻ രണ്ടും ഒരേ രൂപത്തിലുണ്ടാവുക. അത്ഭുതകരമായ ഖുർആൻ സിഫത്താണ്, അതിനെ വിശേഷിപ്പിക്കുകയാണ്. അടുത്ത ആയത്ത് യഹ്ദീ ഇല റുഷ്ദി. ഇല എന്നുള്ളത് നേരത്തെ മിൻ പറഞ്ഞ പോലെ തന്നെ ഹർഫ് ജറാണ്. ഇലയ്ക്ക് ശേഷം വരുന്ന ഇസ്മുകൾക്ക് ജറ് കിട്ടും, സാധാരണ കസ്റുണ്ട്. അതുകൊണ്ടാണ് റുഷ്ദി എന്നായത്, ഇല റുഷ്ദി. പിന്നെ വലൻ നുശ്രിക്ക, അവിടെ ലെൻ വന്നു കഴിഞ്ഞാൽ ലെന്നിന് ശേഷം വരുന്ന മുളാരി ആയിട്ടുള്ള ക്രിയക്ക് നസ്ബ് കിട്ടുമെന്നാണ് പറയാം. അപ്പോൾ ഇവിടെ നുഷിരിക്കു എന്നാണ് ശരിക്കുണ്ടായിരുന്നത്. അഷ്റക്ക, യുഷിരിക്കു, നുഷിരിക്കു അങ്ങനെയൊക്കെയാണ്. ഈ നുഷിരിക്കു എന്നുള്ളതിന് മുമ്പിൽ ലെൻ വന്നപ്പോൾ ലെൻ നുഷിരിക്ക എന്നായി. അങ്ങനെ ലെന്ന് വന്നു കഴിഞ്ഞാൽ
അതിനുശേഷം വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയക്ക് നെസ്ബ് കിട്ടും, സാധാരണ ഫത്ത ഇട്ടിട്ട്. അതുകൊണ്ടാണ് ലൻ നുശ്രിക എന്നായത്. ഇനി ബി റബ്ബിന, റബ്ബ് എന്നുള്ളതിന് മുമ്പിൽ ബി വന്നപ്പോൾ, ബി എന്നുള്ളത് ഹർഫ് ജറാണ്, നേരത്തെ പറഞ്ഞ പോലെ ഇല, അതുപോലെ തന്നെ മിൻ എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ ബി എന്നുള്ളതും ഒരു ഹർഫ് ജറാണ്. ബി റബ്ബിന, ബി റബ്ബി എന്നാ പറയുക, ബി റബ്ബി, ബി റബ്ബു എന്ന് പറയില്ല, ബി റബ്ബി. ഇനി നുശ്രിക്ക അല്ലെങ്കിൽ ലൻ നുശ്രിക്ക, പങ്കു ചേർക്കുകയില്ല, ഒരിക്കലും പങ്കു ചേർക്കുകയില്ല എന്ന് പറഞ്ഞില്ലേ. എന്തിനെ? അഹദ, ഒരാളെയും. അപ്പോൾ അഹദ എന്നുള്ളത് മഫ്ഊലും ബിഹിയ. അതുകൊണ്ടാണ് അഹദൻ എന്നുള്ള രൂപത്തിൽ, നെസ്ബ് കിട്ടിയ രൂപത്തിൽ അത് എഴുതിയത്. ഇത്രയും കാര്യങ്ങളാണ് ഈ 2 ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു പരിശുദ്ധ ഖുർആൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചു കൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. വാഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.